ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ആദ്യത്തെ ആക്ടിവിറ്റി കോംപ്രിഹെൻഷനാണ്. ചിലപ്പോൾ ഒരു പാസേജാണ് തരിക. ഇതിൽ പോയമാണ് തന്നത്. 2 തന്നെ ആയാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. കാരണം അത്രയും സിമ്പിളായിരിക്കും. പോയതിൻ്റെ കാര്യത്തിൽ വെച്ചാൽ റൈമിംഗ് വേർഡ്സൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ റൈമിംഗ് വേർഡ്സ് ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ അതൊന്നും മിസ് ചെയ്യരുത്. ആൻസർ കിട്ടിയില്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് വായിച്ച് നോക്കുക. 2 പ്രാവശ്യം വായിച്ചാൽ എന്തായാലും നിങ്ങൾക്ക് ആൻസർ കിട്ടും. അതേപോലെ തന്നെ പ്രൊഫൈൽ റൈറ്റിംഗ്, ലെറ്റർ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ ഒരുപാട് വീഡിയോസ്, ഇംഗ്ലീഷ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിസ്കഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ ചെക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ എക്സാമിന് A+ കിട്ടും എന്നത് ഉറപ്പ് തന്നെയാണ്. അതിനർത്ഥം ഇതിൽ പറഞ്ഞ അതേ ചോദ്യം വരുമെന്നല്ല, അതിനോട് അടുത്ത് നിൽക്കുന്ന ചോദ്യങ്ങൾ തന്നെയായിരിക്കും വരിക. കാരണം അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ചാനൽ പരിശോധിച്ചാൽ കഴിഞ്ഞ വർഷങ്ങളിലും ഈ വർഷങ്ങളിലുമായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെ കാണുന്നവർക്ക് ഇംഗ്ലീഷ് എക്സാമിൽ ഫുൾ A+ കിട്ടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. 6ാം ക്ലാസ്സിലെ എല്ലാ ചോദ്യപേപ്പറിൻ്റെ ആൻസർക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഓണം വെക്കേഷൻ്റെ സമയത്തൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് റെഫർ ചെയ്യണമെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാൻ മറക്കരുത്. ഓൺലൈൻ ക്ലാസ് എന്ന് നിങ്ങൾ അടിച്ചു കൊടുത്താൽ മതി. ക്ലാസ് 6 ഓണം എക്സാം ആൻസർക്ക് ഏതാണോ സബ്ജക്റ്റ്, എന്നിട്ട് ചാനലിൻ്റെ പേരും കൂടി ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് അത് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. യു ഹാവ് റെഡ് ദ പോയം ദ Little Boy and the Old Man. Here is another poem on mother's love. Read it and answer the questions given below. My mother bore me in the southern wind, and I am black, but oh, my soul is white. White as an angel is the English child, but I am black as if a borrowed of light. My mother taught me underneath a tree, and sitting down before the heat of the day, she took me on her lap and kissed me, and pointing to the east began to say, "Look on the rising sun, there God does live, and gives his light and gives his heat away, and flowers and trees and beasts and men receive comfort in morning, joy in the noonday." അപ്പോൾ അമ്മയുടെ സ്നേഹം വ്യക്തമാക്കുന്ന ഒരു കവിതയാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വേർ ഡിഡ് ദ ബോയ് ആൻഡ് ഹിസ് മദർ സിറ്റ്? എവിടെയാണ് അമ്മയും മകനും ഇരിക്കുന്നത്? വേർ ഡിഡ് ദ ബോയ് ആൻഡ് ഹിസ് മദർ സിറ്റ്? അത് പറയുന്ന ലൈൻ ഏതാണ്? ആൻഡ് സിറ്റിംഗ് ഡൗൺ ബിഫോർ ദ ഹീറ്റ് ഓഫ് ദ ഡേ, മൈ മദർ ടോട്ട് മീ അണ്ടർമീത്ത് എ ട്രീ ആൻഡ് സിറ്റിംഗ് ഡൗൺ ബിഫോർ ദ ഹീറ്റ് ഓഫ് ദ ഡേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? അണ്ടർ എ ട്രീ. ഒരു ട്രീയുടെ അടിയിലാണ് അവർ. അണ്ടർ എ ട്രീ. പിക്ക് ഔട്ട് ദ ലൈൻ വിച്ച് ഷോസ് മദേഴ്സ് ലവ്. അമ്മയുടെ സ്നേഹം വ്യക്തമാകുന്ന ലൈന് നമുക്ക്. ഷീ ടുക്ക് മീ ഓൺ ഹെർ ലാപ്പ്, മടിയിലിരുത്തി, ആൻഡ് കിസ്ഡ് മീ, എന്നിട്ട് എന്നെ ഉമ്മ വെച്ചു. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? അമ്മയുടെ സ്നേഹം മനസ്സിലാക്കാം. ഷീ ടുക്ക് മീ ഓൺ ഹെർ ലാപ്പ് ആൻഡ് കിസ്ഡ് മീ. നെക്സ്റ്റ്, ഹൂ എൻജോയ്സ് ദ ഗോഡ്സ് ലവ്? ദൈവത്തിൻ്റെ ആ സ്നേഹം ആരാണ് എൻജോയ് ചെയ്യുന്നതെന്ന്? ദ ഫ്ലവേഴ്സ്, ട്രീസ്, ബീസ്റ്റ്, ആമൻ. ഓക്കെ, എല്ലാവരും ഗോഡിൻ്റെ സ്നേഹം എൻജോയ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ പറയുന്ന ലൈൻ അതിന്. ഫ്ലവേഴ്സ് ആൻഡ് ട്രീസ്, ബീസ്റ്റ് ആൻഡ് മെൻ റിസീവ് കംഫർട്ട് ഇൻ മോർണിംഗ് ആൻഡ് ജോയ് ഇൻ ദ നോൺ ഡേ. ഇനി സംബഡി ഗേവ് ദ ടൈറ്റിൽ ഗോഡ്സ് ലൈറ്റ് ടു ദിസ് പോയം. ഹൗ അപ്രോപ്രിയേറ്റ് ദിസ് ടൈറ്റിൽ? എങ്ങനെയാണ് ഈ ടൈറ്റിൽ ഇതിന് യോജിക്കുന്നതെന്ന്. ദ റൈസിംഗ് സൺ ഗീവ്സ് ലൈറ്റ് ആൻഡ് ഹീറ്റ് അവേ. ദ ഫ്ലവേഴ്സ്, ട്രീസ്, ബീസ്റ്റ് ആൻഡ് മെൻ റിസീവ് ദിസ് ലൈറ്റ് ആൻഡ് എൻജോയ്. ദ പോയറ്റ് കമ്പയർസ് ദ ലൈറ്റ് ഓഫ് ദ റൈസിംഗ് സൺ ടു ഗോഡ്സ് ലൈറ്റ്. സോ ദ ടൈറ്റിൽ ഗോഡ്സ് ലൈറ്റ് ഈസ് ആൻ അപ്രോപ്രിയേറ്റ് വൺ. വരാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ റൈമിംഗ് വേർഡ്സ് ആണ്. റൈമിംഗ് വേർഡ്സ് നിങ്ങൾക്ക് ഈ ഒരു പോയത്തിൽ നിന്ന് മനസ്സിലാവല്ലോ. വൈൽഡ് ചൈൽഡ് ഇതൊരു പേരാണ്. ഓക്കെ, വൈറ്റ് ലൈറ്റ് ഇതൊരു പേരാണ്. ഓക്കെ, ഡേ സേ ഇതൊരു പേരാണ്. ഓക്കെ, ലിവ് റിസീവ് ഇതൊരു പേരാണ്. അപ്പോൾ റൈമിംഗ് വേർഡ്സ് പറഞ്ഞാൽ നിങ്ങളത് തിരഞ്ഞെടുത്ത് എഴുതുക. ഇനി ഒരു അടുത്ത ആക്ടിവിറ്റി കോൺവെർസേഷനാണ്. ഇൻ ദ സ്റ്റോറി ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ വി റീഡ് രാജ വാസ് അഫ്രൈഡ് ടു ഫേസ് ഹിസ് ഗ്രാൻഡ് ഫാദർ.
So he hid in the cowshed. There was a long search for Raja. Raja's uncle found him the cowshed and took him home. Uncle told that nobody was angry to him. That the possible conversation between them. അപ്പോൾ രാജയും കൊണ്ട് അങ്കിൾ പോവുകയാണ്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. രാജ, ലെറ്റ്സ് ഗോ ബാക്ക് ഹോം, നമുക്ക് വീട്ടിൽ പോകാം. എങ്കിൽ പ്ലീസ് ഫോർഗീവ് മീ, എന്നോട് ക്ഷമിക്കണേ. വൈ ഡിഡ് യു ഹൈഡ് ഇൻ ദ കൗഷെഡ്, നീ എന്തിനാ കൗഷെഡ് പോയി ഒളിച്ചത്? ഐ വാസ് അഫ്രൈഡ് ഓഫ് ഗ്രാൻഡ് ഫാദർ, ഞാൻ ഗ്രാൻഡ് ഫാദറിനെ പേടിച്ച്, മുത്തശ്ശനെ പേടിച്ചിരുന്നതാണ്. ഹീ ലവ്സ് യു ലോട്ട്, അദ്ദേഹം നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അങ്കിൾ, ഐ അണ്ടർസ്റ്റാൻഡ് മൈ മിസ്റ്റേക്ക്, ഐ വിൽ നോട്ട് റിപ്പീറ്റ് ഇറ്റ്. എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലായി, ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല. ഗുഡ്. ഇനി അടുത്തത് തോട്ട്സാണ്. വെൻ ദ ക്ലോക്ക് സ്ട്രക്ക് 12, അങ്ങനെ ക്ലോക്കിൽ എത്ര സമയമായി? 12 മണിയായി. സിൻഡ്രല്ല ലെഫ്റ്റ് ദ ബോൾ, സിൻഡ്രല്ല ആ പാർട്ടി വിട്ടു. ഷീ വെൻറ്റ് ബാക്ക് ഹോം, അവൾ വീട്ടിലെത്തി. ഷീ വാസ് സാഡ് ആൻഡ് വോണ്ട് റൈറ്റ് സിൻഡ്രല്ലാസ് തോട്ട്, അപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമായി. ദ ബോൾ വാസ് അൺഫോർഗറ്റബിൾ ഈവൻറ്റ് ഇൻ മൈ ലൈഫ്, ഈ ബോൾ എന്ന് പറയുന്നത് ഒരു മറക്കാൻ പറ്റാത്ത അനുഭവമായിരുന്നു. ദർ വാസ് നോ ബൗണ്ടറീസ് ഫോർ മൈ ഹാപ്പിനെസ്, എൻ്റെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. ഐ ഫോർഗോട്ട് അബൌട്ട് ദ ടൈം, ഞാൻ ടൈമൊക്കെ മറന്നുപോയി. ദ ഫെയറി ഹാഡ് ടോൾഡ് മീ ദാറ്റ് വെൻ ദ ക്ലോക്ക് റാങ് 12 ദ മാജിക് വുഡ് ബി ഓവർ. ഫെയറി എന്നോട് പറഞ്ഞിരുന്നു ക്ലോക്ക് 12 മണി അടിക്കുമ്പോൾ ഈ മാജിക്കൊക്കെ അവസാനിക്കും. സോ ഐ ഹാഡ് ടു ലീവ് ദ ബോൾ, അതുകൊണ്ട് എനിക്ക് ബോൾ വിടേണ്ടി വന്നു. വെൻ ദ ക്ലോക്ക് സ്ട്രക്ക് 12. ഹാവ് ഐ അനോയ്ഡ് ദ പ്രിൻസ്? ഐ ആം നോട്ട് ഹാപ്പി നൗ. Can I go the ball tomorrow? Will the fairy help me again? I shall call her. I hope she will. ഇനി നാളെ എനിക്ക് പോകാൻ പറ്റുമോ? നാളെ ഫെയറി വരുമോ? ഫെയറി ഇനി ഞാൻ വിളിക്കും, എന്നെ കൊണ്ടുപോകുന്ന എനിക്ക് ഉറപ്പാണ്. ഓക്കെ, ഇനി അടുത്തത് ആഡ് മോർ ലൈൻസ്. ഡേയ്സ് പാസ്ഡ്. ദുർഗ ആൻഡ് ഹെർ ഫ്രണ്ട്സ് റീച്ച്ഡ് ദ മാംഗോ ട്രീ ബൈ ദ പോണ്ട്. ദേ വർ ത്രിൽഡ് ബൈ ദ ripened mangoes hanging from the tree. All the kids enjoyed the sight of beautiful flowers, birds, clouds, trees and mangoes. Appu and Durga and their friends began to sing. അപ്പോൾ ദിവസങ്ങൾ കടന്നു പോയി. പിന്നെ ദേവ ത്രിൽഡ് ബൈ, അപ്പോൾ മാങ്ങ ഒക്കെ പഴുത്ത്, അപ്പോൾ അവർ ഭയങ്കര സന്തോഷമായി. അപ്പോൾ അവർ പാട്ട് പാടാൻ തുടങ്ങി. റിപ്പൺ മംഗോസ് ആർ സ്വീറ്റ്സ് സോർ ദാറ്റ് വി ആർ ഈറ്റിംഗ് ഓൾ ദ വേ. Colorful flowers are happy and gay, and that they are dancing all the day. Add more lines to the song. കുറച്ചുകൂടി ലൈൻസ് ആഡ് ചെയ്യാനാണ്. ലിറ്റിൽ ബേർഡ്സ് ആർ chirping and flying, that they are singing all the way. Running rivers are sparkling and shining, that they are giving water all the day. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതേ സെൻറ്റൻസ് തന്നെ ഉപയോഗിച്ചാൽ മതി, കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ മതി. അപ്പോൾ ആഡ് മോർ ലൈൻസൊക്കെ വരികയെന്ന് വെച്ചാൽ നിങ്ങളിങ്ങനെ ചെയ്യാം. ഇനി ഷോർട്ട് മെസ്സേജ് ആണ്. ദിസ് ഇയർ മദേഴ്സ് ഡേ വാസ് സെലിബ്രേറ്റഡ് ഓൺ സൺഡേ 14th May 2017. On the day, you may also have the chance to greet your beloved mother on good message. Here are some message. Pick out the 5 suitable message on Mother's Day. You can send it to your mother. അപ്പോൾ മദേഴ്സ് ഡേ ആണ്, അതിന് കുറേ ഗ്രീറ്റിങ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്, മെസ്സേജ് എഴുതിയിട്ടുണ്ട്. അതിൽ മദേഴ്സ് ഡേ ആയിട്ട് ബന്ധപ്പെട്ടത് മാത്രം പിക്ക് എഴുതാനാണ് വളരെ എളുപ്പമുള്ള ആക്ടിവിറ്റി അല്ലേ. ബിക്കോസ് യു ഐ ആം മീ, താങ്കൾ കാരണമാണ് ഞാൻ ഇന്നിവിടെ. ഇൻ മെമ്മറൻസ് ഓഫ് ദ ഫസ്റ്റ് ഡെത്ത് ആനിവേഴ്സറി ഓഫ് യുവർ ബിലോവ്ഡ് പാരൻസ്. അപ്പോൾ ഇത് ഡെത്ത് ആനിവേഴ്സറിക്കാണ്, അപ്പോൾ ഇത് പറ്റൂല. മമ്മ യു ആർ മൈ ഗ്രേറ്റസ്റ്റ് ടീച്ചർ, അത് ശരിയാണ്. സെൻഡിങ് എ ലോട്ട് ഓഫ് ലവ് ആൻഡ് വിഷസ് ഓൺ യുവർ വെഡ്ഡിങ് ആനിവേഴ്സറി, അപ്പോൾ ഇത് മദേഴ്സ് ഡേക്ക് പറ്റിയതല്ല. യു ആർ ദ ബെസ്റ്റ് മോം ദാറ്റ് ഐ കുഡ് ഹാവ് ആസ്ക്ഡ് ഫോർ, അത് ശരിയാണ്. താങ്ക്സ് ഫോർ ഗിവിങ് ദ ബെസ്റ്റ് തിങ്സ് ഇൻ ലൈഫ്, യുവർ ലവ്, യുവർ കെയർ ആൻഡ് യുവർ കുക്കിംഗ്. താങ്ക് യു ബീയിങ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, അപ്പോൾ ഇത് മദേഴ്സ് ഡേ അല്ല. ഐ ആം സോ ലക്കി യു ഹാവ് ടു ഹാസ് മൈ മദർ, ശരിയാണ്. ഹാർട്ട്ഫുൾ കണ്ടോളൻസ്. ദ ഹെവൻ ഈസ് യുവർ ലാപ്പ് ഡാഡ്, അപ്പോൾ ഡാഡിനെ കുറിച്ചാണ് അതുള്ളത്. അപ്പം മമ്മീനെ കുറിച്ചിട്ടുള്ള എന്താണ്? ബിക്കോസ് ഓഫ് യു ഐ ആം മീ മമ്മ, യു ആർ ഗ്രേറ്റസ്റ്റ് ടീച്ചർ, യു ആർ ദ ബെസ്റ്റ് മോം ഐ കുഡ് ഹാവ് ആസ്ക്ഡ് ഫോർ, ഐ ആം സോ ലക്കി ടു ഹാവ് യു ആസ് മൈ മദർ, താങ്ക്സ് ഫോർ ഗിവിങ് മീ ദ ബെസ്റ്റ് തിങ്സ് ഇൻ ലൈഫ്, ഇൻ യുവർ ലവ്, യുവർ കെയർ ആൻഡ് യുവർ കുക്കിംഗ്. അപ്പം ഇതേപോലെ തന്നെ ഗ്രാൻഡ് ഫാദറിന് മെസ്സേജ് ഉണ്ടാവാം ചിലപ്പം, അല്ലെങ്കിൽ ഒരു ഇൻവിറ്റേഷനോ അല്ലെങ്കിൽ ഒരു കാർഡോ ഒക്കെ ഉണ്ടാവാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ട്. 1-2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഗ്രാൻഡ് ഫാദേഴ്സ് ഡേക്ക് നമ്മൾ ഗ്രീറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ മദേഴ്സ് ഡേക്ക് ഗ്രീറ്റ് ചെയ്യുന്ന അങ്ങനെ ഒരു പോസ്റ്ററൊക്കെ കണ്ടിട്ടുണ്ട്.
ഇനി അടുത്ത ലാസ്റ്റ് വൺ എഡിറ്റിംഗ് ആണ്. അതായത് ഫസ്റ്റ് ആക്ടിവിറ്റിയും ലാസ്റ്റ് ആക്ടിവിറ്റിയും നമുക്ക് എന്തായാലും അറിയാം. കോംപ്രിഹെൻഷനും ആയിരിക്കും, ലാസ്റ്റ് ആക്ടിവിറ്റി എഡിറ്റിങ്ങും ആയിരിക്കും. അത് രണ്ടും മസ്റ്റാണ്. അത് രണ്ടും നമ്മൾ എഴുതുകയും വേണം. അപ്പോൾ എഡിറ്റിംഗ് ഒന്നും ആരും മിസ്സാക്കി പോകരുത്. വളരെ എളുപ്പമാണ്. ചുരുങ്ങിയ കാര്യം കൊണ്ട് തന്നെ നമുക്ക് 5 മാർക്ക് കിട്ടും. കാരണം ഒരേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും വരിക. ഇവിടെ നോക്കുക നിങ്ങൾ, വെൻ അപ്പു കം ഔട്ട്. ഇവിടെ എന്താണ് കം എന്നുള്ളതിന് എന്താ എഴുതേണ്ടത്? പാസ്റ്റ് ടെൻസ് ആണ്, കെയിമാണ്. ഒട്ടുമിക്ക എല്ലാ എഡിറ്റിങ്ങിലും ഇത് വരാറുണ്ട്. അതായത് ഇത് തന്നെ വരും എന്നല്ല പറയുന്നത്, പാസ്റ്റ് ടെൻസ് ഫോം ആയിരിക്കും എഴുതേണ്ടത്. ഓക്കെ. ആൻഡ് ഔട്ട് ഓഫ് ദ ഹൗസ് ദുർഗ. ഇവിടെ ദുർഗക്ക് എന്താ മിസ്റ്റേക്ക്? ദുർഗയ്ക്ക് ക്യാപിറ്റൽ ലെറ്റർ എഴുതണം. ഡി ഷുഡ് ബി ക്യാപിറ്റൽ. ഓക്കെ. ടുക്ക് എ കോക്കനട്ട് ഷെൽ വെൻ ഹീം ഫ്രം. ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെ വേർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുക്കും. അപ്പോൾ നമുക്ക് എന്താ ഇതിൽ മിസ്റ്റേക്ക് എന്നൊന്നും മനസ്സിലാവും. ഇതിൽ മിസ്റ്റേക്ക് എന്താണ്? കോക്കനട്ട് ഷെൽ ഫ്രം ഹിം എന്നാണ്. ഇതൊന്ന് തിരിച്ച് അങ്ങോട്ട് എഴുതിയാൽ മതി, ഫ്രം ഹിം എന്ന് എഴുതിയാൽ മതി. ഓക്കെ. ആൻഡ് എക്സ്പെർട്ട്ലി ഗോട്ട് ദ മിക്സ് ഓഫ് ഓയിൽ ആൻഡ് സാൾട്ട് ഇൻ ടു സ്ലൈസസ്. പിന്നെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഉണ്ടാവും. സ്ലൈസസിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്താണ്? എസ് അല്ല വേണ്ടത്, സി ആണ്. ഡിഡ് ആർ യു ഗോ ടു, ആർ യു ഗോ എന്നല്ല വേണ്ടത്, ഗോയിങ്. ആർ യു ഗോയിങ് ടു ഈറ്റ് ഓൾ ദ റെസ്റ്റ് യുവർ സെൽഫ്. ഇങ്ങനത്തെ 5 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആരും മിസ്സാക്കരുത്. നിങ്ങൾക്ക് എന്താണ് വളരെ എളുപ്പമുള്ളതിനാണ്. നമ്മൾ ഒരുപാട് എഡിറ്റിംഗ് ഒക്കെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു പാറ്റേൺ തന്നെ ഒന്നുകിൽ പാസ്റ്റ് ടെൻസിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടാവും, പിന്നെ ഇത് പാസ്റ്റ് ടെൻസ് ആണ്. പിന്നെ അതേപോലെ ഇത് ക്യാപിറ്റൽ ലെറ്റർ എഴുതാനാണ്. ഇത് വേർഡ് ഓർഡർ തെറ്റിച്ച് കൊടുത്താണ്. ഇത് സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. ഓക്കെ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് മാത്രമേ നമുക്കൊരു കൺഫ്യൂഷൻ ഉള്ളൂ. ബാക്കിയൊക്കെ ഇതൊക്കെ സെയിം പാറ്റേണിൽ തന്നെ ആയിരിക്കും. ഇങ്ങനത്തെ ഏതെങ്കിലും ഒന്ന് ചിലപ്പോൾ പ്രൊപ്പോസിഷൻ എഴുതാനോ അങ്ങനെ ഏതെങ്കിലും ഒന്ന് വരും. ബാക്കി 4 നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. ഓക്കെ. അപ്പോൾ എല്ലാവരും പിന്നെ ഞാൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് നോക്കുക, ചാപ്റ്റർ വായിച്ച് നോക്കുക, ചാപ്റ്ററിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. കാരണം ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാനാണ്. അല്ലാണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഒന്നും ഒരിക്കലും നമുക്ക് ചാപ്റ്ററിൽ ചോദിക്കില്ല. നമ്മൾ ചാപ്റ്റർ വായിക്കുക, അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുക എന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആവാനാണ്. നമുക്ക് തോട്ട്സ്, അതേപോലത്തെ കോൺവെർസേഷൻ, അതൊക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ഒന്നല്ല വരിക. പക്ഷെ നമ്മൾ അത് വായിച്ചാലേ നമുക്ക് ഇത് എഴുതാൻ കഴിയും. നമ്മൾ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. കോൺവെർസേഷൻ വരും, ചിലപ്പോൾ നമ്മുടെ തോട്ട്സ് വരും, അനൗൺസ്മെൻറ്റ് എഴുതാനുണ്ടാവും. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ അതേ ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല, അത് തീർച്ചയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്യുക. കുറേ പേപ്പർ ഇങ്ങനത്തെ കോൺവെർസേഷനും കുറേ വായിക്കുക, അതേപോലെ തോട്ട്സ് കുറേ വായിക്കുക. എന്നാലേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആവുള്ളൂ, എന്നാലേ നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ആരും മറക്കണ്ട. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഓക്കെ.